ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എംബ്രോയിഡറി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പരീക്ഷ ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾ കണ്ടോ? ഇത് നമുക്ക് കടകളിൽ ഇത് വാങ്ങാൻ കിട്ടുന്ന ഒരു ലേസ് ആണ്, ബീഡ്സ് വെച്ചിട്ടുള്ള. കണ്ടോ? ഇത് മീറ്റർ ഇത്ര രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. ഇത് ഒരു ബ്ലൗസ് ആണ്. ഞാൻ നിങ്ങളൊരു എക്സാമ്പിളിന് കാണിക്കുകയാണ്. ഇത് കണ്ടോ? നമുക്കിത് ഗോൾഡ് കിട്ടും, സിൽവർ ഒക്കെ കിട്ടും. പക്ഷെങ്കിൽ ഇതിന്റെ വേറെ കളറിലെ മുത്തുകളിൽ ഞാനിത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നാട്ടിൽ ഞാൻ വല്ലപ്പോഴും വന്ന് സന്ദർശിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ കാണാതെ പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഈ ഗോൾഡും സിൽവറും മാത്രമേ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എന്നാൽ ഇതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരാം. ഇതിൻ്റെ പല കളറിലെ മുത്തുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തുകളും കൊണ്ട് ഗോൾഡോ അല്ലെങ്കിൽ മൾട്ടി കളേഴ്സ് ഇട്ട് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ മുത്തുകളിട്ട് ഇങ്ങനത്തെ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് പഠിച്ചാലോ എന്ന്. അത് വലിയ ബീഡ്സ് ഒക്കെ ഇടുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. നിങ്ങളുടെ ഷോളുകളിലോ അല്ലെ നിങ്ങളുടെ ടോപ്പിന്റെ നെക്ക് ലൈനോ അല്ലെ സാരി ബ്ലൗസിന്റെ നെക്ക് ലൈൻസോ അല്ലെ കൈയോ നമ്മുടെ സ്ലീവ്സിന്റെ എൻഡ് ഭാഗത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിലൊക്കെ ഈ വർക്ക് ചെയ്യാൻ പറ്റും. റെഡിയല്ലേ എല്ലാവരും? സാധാരണ ഒരു സൂചി മതി. നിങ്ങൾ സാധാരണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചി, അതേത് തരത്തിലുള്ള സൂചിയാണെങ്കിലും നോ പ്രോബ്ലം കേട്ടോ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ ചിലപ്പം കുഞ്ഞരി മുത്തുകളായിരിക്കും ഉപയോഗിക്കുന്നത്, ഷുഗർ ബീഡ്സ് ആയിരിക്കും. അപ്പോൾ അതിനാകുമ്പോഴേക്കും ഇത്രയും വലിപ്പമുള്ള നീഡിൽ ചിലപ്പം കയറി പോയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇച്ചിരി ചെറിയ നീഡിൽ എടുക്കേണ്ടി വരും. നിങ്ങൾ സാധാരണ തയ്ക്കുന്ന സൂചി ഉണ്ടായാൽ മതിയാവും കേട്ടോ. എന്നിട്ട് നൂല്, നല്ല കട്ടിയുള്ള നൂല് ഉപയോഗിക്കുക. ജസ്റ്റ് ഒരു ഐഡിയ ആക്കേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റഫ് തുണിയിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതാണ്ട് ഇത് ഏതോ ഒരു തുണി തയ്ച്ചതിന് ബാക്കിയൊരു മെറ്റീരിയൽ ഇരുന്നത്. ഇത് കണ്ടോ? സാധാരണ ഒരു തുണി നമ്മൾ ഇപ്പം ടോപ്പുകൾ തയ്ച്ചാലും നെക്ക് ലൈനൊക്കെ ആണെങ്കിലും നല്ല തയ്ച്ച് കഴിയുമ്പോഴേക്ക് ഇത് കണ്ടോ, ഇതുപോലെ മടക്കിയായിരിക്കല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് അറ്റത്തൂന്നതാ ഇങ്ങനെ കണ്ടോ തയ്ച്ചെടുക്കുക. കാണാമോ? എന്നിട്ട് കണ്ടോ നമ്മുടെ അപ്സി ഡേയ്സിക്ക് നമ്മൾ തയ്ക്കത്തില്ലേ, ഡേയ്സി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതേ മെത്തേഡ് ഇട്ട് ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്യുക. ഇപ്പം നമ്മുടെ നീഡിൽ ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല, ഊരി പോരില്ല കേട്ടോ. അപ്പം അതിനെ നമ്മൾ സെക്യൂർ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിന് ചേരുന്നൊരു കളറായിട്ട് ഞാനിപ്പം എൻ്റെ ക്രിസ്റ്റൽസ് ആയിരിക്കുന്നത്, ക്രിസ്റ്റൽ മുത്തുകൾ വെച്ചാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ല രസമായി മുത്തുകളെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇവരെ രണ്ടുപേരെ, ഈ സുന്ദരികളെ രണ്ടുപേരെയും ഇതിലേക്ക് നമ്മൾ കോർത്തെടുക്കുന്നു. ഈ വൈറ്റിലോട്ട് ഈ ബ്ലൂ വന്നപ്പോൾ എന്നാ ഭംഗിയാണ് അല്ലേ? അടിപൊളി. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ മുത്തിനെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ട് സൂചി ഈ നൂലിന്റെ അടിഭാഗത്തോട് എടുക്കുക. കണ്ടാ സൂചി ഇങ്ങനെ എടുത്തു. മുത്ത് ഇവിടെ നിൽക്കുന്ന മുത്തിന്റെ അടിഭാഗത്തോട് എത്താം. എന്നിട്ട് ഇങ്ങനെ കോർത്ത് ഇതിനെ വലിച്ചു കഴിയുമ്പോഴേക്ക് ഇത് ലോക്കായി. കണ്ടോ? ഇവർ അനങ്ങത്തില്ല കേട്ടോ. അപ്പൊ മനസ്സിലായോ? എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇതിനെ ഇവിടുന്ന് തയ്ച്ചിട്ട് ഈ ആദ്യം കാണുന്ന മുത്തിന്റെ അകത്തൂടെ നോക്കണേ, ആദ്യം കാണുന്ന മുത്തിന്റെ അകത്തൂടെ നമ്മൾ ഇങ്ങനെ കയറ്റും. ഇപ്പൊ മനസ്സിലായില്ലേ? ആദ്യം കാണുന്ന ഈ മുത്തിന്റെ അകത്തൂടെ സൂചി കയറ്റി വീണ്ടും പൊക്കി എടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്നാ എടുക്കുന്ന വെച്ചാൽ വീണ്ടും ഇതുപോലെ രണ്ട് മുത്തുകളെ നമ്മൾ കോർത്ത് കൊടുക്കുന്നു. ഞാൻ പറയുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഓർക്കും, ഇത്ര ഉള്ള കാര്യം എന്ന് നിങ്ങൾ തോർക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഇതേ മെത്തേഡിൽ നമ്മൾ സൂചി ഇതുപോലെ കോർത്ത് മുത്തിൻ്റെ അടിഭാഗത്തോടുള്ള ഇങ്ങനെ വലിക്കുമ്പോൾ ഇവ നല്ലതായിട്ട് സെക്യൂർ ആയിട്ടിരിക്കും. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങത്തില്ല. കണ്ടോ? ഇനി എന്താ ചെയ്യുക? നമ്മളിനി വീണ്ടും ഇതിനകത്തൂടെ കയറ്റി നമ്മളിങ്ങനെ ഇറക്കും. കണ്ടോ? മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടല്ലോ? ഇനി എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ രണ്ട് ബീഡ്സിനെ ഇതിനകത്തോട്ട് കോർത്തെടുക്കുന്നു. 1 and 2. കണ്ട? രണ്ട് മുത്തുകളെ കോർത്തു. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കണ്ട? കണ്ട? ഇനി ഞാൻ വേറൊരു കളറിലെ മുത്തിൽ ഇത് ചെയ്ത് കാണിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ. ഞാനിത് കാണിക്കുന്നതിൽ എത്രമാത്രം നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്യുവാണ്. ഇത് കുറച്ചുകൂടെ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ വർക്ക് ഏകദേശം ഞാൻ ഇവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിന്നൊരു ഉടുപ്പ് ചെയ്ത് കാണിക്കുന്നതല്ല. നോക്കി, ഇത് ഞാൻ ജസ്റ്റ് 1 കളറേ ചെയ്തതും ഇത് 2 കളറേ ചെയ്തു. പിന്നെ നമ്മൾ മുത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ഭംഗി മാറും, വലിപ്പം അനുസരിച്ച് മാറും. ഇതിപ്പം നോക്കിക്കേ, എനിക്കിപ്പം ഇതൊക്കെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പേളി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയില്ലേ, ജസ്റ്റ് വെള്ള മുത്താട്ടോ. പക്ഷെ അവൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ഭംഗി നോക്കിക്കേ, ഇവരേലൊക്കെ ഭയങ്കര സുന്ദരിയായിട്ടല്ലേ നിൽക്കുന്നത്. അതിൻ്റെ ആ മുത്തൻ, പിന്നെ ഈ മുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും റൗണ്ട് മുത്തല്ല കേട്ടോ. ഇങ്ങനെ ചെത്തി എടുത്തേക്കുന്ന ക്രിസ്റ്റൽ അല്ലേ, തിളങ്ങാൻ വേണ്ടി അങ്ങനെ വെട്ടി എടുത്തേക്കുന്നതുകൊണ്ട് അതിനത്ര ഉരുളുമയില്ല. ഉരുണ്ട മുത്തുകളാണ് ഏറ്റവും ഭംഗി. അതിനൊരു എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഉരുണ്ട മുത്തുകളെ ചെയ്യുമ്പോൾ ആ ഭംഗി നോക്കിക്കേ. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതാ കേട്ടോ.